നേതാക്കന്മാര് ഇതെന്താ പറയുക, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കുത്തിക്കയറ്റിക്കൊണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ പരാജയമാണ്. കോൺഗ്രസിനോടുള്ള ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. വ്യക്തിവൈരാഗ്യം തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ചത്. കാരണം കോൺഗ്രസിലെ കൊച്ചിയിലെ ക്യാൻസർ എന്ന് തന്നെ പറയാൻ പറ്റും. ഇതൊരു പ്രാദേശികമായിട്ടൊരു ആലോചന വേണ്ട. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ്. ആ ഒരു കൗൺസിലറിന്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ മറ്റു പല യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കൊച്ചി പ്രതിപക്ഷ നേതാവ്. ഞാൻ ഒരു 5 വർഷമായിട്ട് കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ക്ലീൻ കച്ചവടമാണ് നടക്കുന്നത്. ജനങ്ങളെ വെറുതെ പൊട്ടന്മാരാക്കിക്കൊണ്ട് കുറച്ച് സമരം നടത്തും, അത് നടത്തി ഇത് നടത്തും. പക്ഷേ ഇതെല്ലാം പാസ്സാണ്. എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്കൊരു സപ്പോർട്ട് ഇന്നവരുണ്ടായില്ല. ഒറ്റ തീരുമാനമാണ് എല്ലാവരും രാജിവെക്കണം ഈ പ്രസ്ഥാനത്തിൽ നിന്ന്. യുവാക്കൾ വരുന്നില്ല. യുവാക്കൾ വന്നോന്നുണ്ടെങ്കിൽ പ്രായമായ ഐറ്റങ്ങളൊക്കെ മാറണ്ടേ. നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ജനങ്ങൾ ജയിപ്പിക്കും, അതിലൊരു സംശയം വേണ്ട. ബോധപൂർവം ചവിട്ടിയതാണ്, നമ്മുടെ പ്രസ്ഥാനം തന്നെ ചവിട്ടിയതാണ്. ഇങ്ങനത്തെയൊക്കെ നിലപാട് നേതാക്കന്മാർ കാണിച്ചു കഴിഞ്ഞിട്ട് അത് ജനങ്ങൾ അറിയണം. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കോൺഗ്രസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ല ഞാൻ നിൽക്കുന്നത്. ഞാനൊരു സ്ഥാനം കണ്ടിട്ടല്ല ഞാൻ നിൽക്കുന്നത്. കോൺഗ്രസ് ഇതാണ് കോൺഗ്രസ്. പഴയ പോലെ ഒന്നും എന്തൊക്കെ ഇത് കാണിച്ച് പറ്റിക്കാൻ പറ്റുന്നില്ല ആളുകളാണ്. 150-ലധികം പ്രവർത്തകർ രാജിവെക്കണം. ഇനി പ്രവർത്തിക്കാതിരുന്നാൽ മതിയല്ല കോൺഗ്രസിന് വേണ്ടി. അതിങ്ങനെ എന്തിനാണ് പ്രവർത്തിച്ചിട്ട്? അതിൻ്റെ ആവശ്യമില്ല. മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ബാസ്റ്റിൻ ഈ ഒരു 5 വർഷം ഇവിടുത്തെ ഡിവിഷനെ നയിച്ചത്. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയെ വളർത്തുന്ന കാര്യത്തിലും വളരെ വലിയ യുവാക്കളെ ചേർത്ത് ഇപ്പോ സമയത്ത് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം വന്നെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഞാൻ എൻ്റെ ഒരു നിലപാട് മുന്നേ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാൻ നൽകിയിട്ടുള്ളതായിരുന്നു. വേറെ ഒന്നുമല്ല, കാരണം യുവാക്കൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. യുവതിയുവാക്കൾക്ക് അവസരം കൊടുക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യുവാക്കളില്ല, യുവതികളുമില്ല. എല്ലാവരും 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് എപ്പോഴും പരിഗണിക്കുക. അതും 2-3 ടേം കൗൺസിലറായ ആളുകൾ. ഇവർ മാറാതെ എങ്ങനെയാണ് യുവാക്കൾക്ക് അവസരം വരുന്നത്? അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു തീരുമാനം, കാരണം ഞാൻ 5 വർഷം മികച്ച രീതിയിൽ ഈ ഡിവിഷനിൽ പ്രവർത്തിച്ച, കാരണം ഒരു പരാതിയുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ ഒരു ഇടതുപക്ഷ സീറ്റായിരുന്നു. ആ സീറ്റ് ഞാൻ പിടിച്ചെടുത്തിട്ട് പോലും എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പരാതിയില്ലാത്ത രീതിയിലാണ് ഈ ഡിവിഷനിൽ ഞാൻ പ്രവർത്തനം കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ മികച്ച പ്രവർത്തനങ്ങൾ ഈ ഡിവിഷനിൽ, മികച്ച പ്രൊജക്റ്റുകൾ ഈ ഡിവിഷനിലേക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ 2 പുരസ്കാരവും നവകേരള മിഷൻ്റെ ഒരു ജില്ലാ പുരസ്കാരവും ക്ലീനസ്റ്റ് ഡിവിഷൻ അവാർഡ് മറ്റു പല അംഗീകാരങ്ങളും ഈ ഡിവിഷനെ തേടിയെത്തിയിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയത്, ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ യുവാക്കളെ പരിഗണിക്കുക എന്നുള്ളതാണ്. യുവാക്കളെ പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. കാരണം എന്നോട് തൊട്ടടുത്ത ഡിവിഷനിൽ മത്സരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആ ഒരു നിലപാട്, കാരണം അവിടെ യുവാക്കളുണ്ട്. അവിടെ നിലവിലൊരു മണ്ഡലം പ്രസിഡൻറ്റ് യുവാവാണ്. അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കണമെന്നുള്ളൊരു താല്പര്യമായിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് ഞാൻ ആദ്യമേ വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് സ്ഥാനാർത്ഥി ഒരു ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന ഒരു രംഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹാഫ് സെഞ്ചുറി അടിച്ച ആൾക്കാരാണ് ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ മത്സരം. അതും 2, 3, 4 ടേമൊക്കെ മത്സരിച്ച ആളുകളെയൊക്കെ തന്നെ കുത്തിക്കയറ്റി നേതാക്കന്മാരുടെ സൂട്ട് കേസ് താങ്ങുന്ന ആൾക്കാർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി നിർണയം. അപ്പോൾ ഇവിടെ യുവാക്കൾക്ക് ഒരു വിലയുമില്ലാത്തൊരവസ്ഥ. കാരണം ഇവിടെ തല്ലുകൊള്ളാനും സമരം ചെയ്യാനും ലാത്തിക്കടി കിട്ടാനും ഇതൊക്കെ എല്ലാത്തിനും യുവാക്കൾ വേണം. പക്ഷേ ഒരു പരിഗണന കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, ഞാൻ യുവജന പ്രസ്ഥാനത്തിലൂടെ തന്നെ ഞാൻ ഇതുവരെ ഞാൻ എത്തിയത്. അത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തിൽ ഞാൻ എത്തിയത്. വളരെയധികം കൗൺസിലറായിട്ട് വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ടും എനിക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ ഈ ഒരു മികച്ച രീതിയിലേക്ക് എൻ്റെ ഡിവിഷനെ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചതാണ്. എന്നിട്ട് പോലും ഒരു പ്രസക്തിയും ഒരു യുവാക്കൾക്ക് നൽകിയില്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എടുത്തു നോക്കാം, കോർപ്പറേഷനിലെ നിലവിൽ എറണാകുളത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഇന്ന് കാലത്ത് വരെ ഒരു സ്ഥാനാർത്ഥി കൺഫേമാണ്. വർക്ക് തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അമരാവതിയിലൊരു സ്ഥാനാർത്ഥിനെ ആ പയ്യൻ വൈകിട്ട് എന്നെ വിളിച്ച് എന്നോട് പറയുകയാണ്, ബാസ്റ്റിൻ ചേട്ടാ എന്നെ മാറ്റി ഇപ്പോൾ വേറൊരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം. അതുപോലെ തന്നെ പല ഡിവിഷനുകളിലും യുവാക്കൾക്ക് പ്രാതിനിധ്യം മാറ്റിയിട്ട് നിലവിലെ ജനറൽ സീറ്റ് എല്ലാം വനിതകൾക്ക് കൊടുത്തുകൊണ്ട് നേതാക്കന്മാരുടെ ഇതെന്താ പറയുക, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കുത്തിക്കയറ്റിക്കൊണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൻ്റെ പരാജയമാണ്. കാരണം നല്ലൊരു ട്രെൻഡിലൊക്കെ നിൽക്കണമായിരുന്നു, വലിയൊരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു. ആ പ്രതീക്ഷയ്ക്കെല്ലാം
പാടെ തകർന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം ജനങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട്, കോൺഗ്രസിനോടുള്ളൊരു വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ. എങ്ങനെ വിജയിപ്പിക്കും ആളുകളെ? മറ്റേ നമ്മൾ LDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ തന്നെ അവർ മാക്സിമം യുവാക്കളെ പരിഗണിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ്സിൽ ഇത് നടക്കുന്നില്ല? ഇവിടെ ഓരോ വ്യക്തികളുടെ താല്പര്യം ഞാൻ പേരെടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഡൊമിനിക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈരാഗ്യം തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ചത്. കാരണം കോൺഗ്രസ്സിലെ കൊച്ചിയിലെ ക്യാൻസർ എന്ന് തന്നെ പറയാൻ പറ്റും. കോൺഗ്രസ്സിലെ കൊച്ചിയിലെ ക്യാൻസർ. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കണേണ്, കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി നിൽക്കണേ. അദ്ദേഹം തന്നെ പറയുന്നൊരു വാക്കുണ്ട്, ബാസ്റ്റിൻ ബാബു ആണ് അദ്ദേഹത്തിന് വെല്ലുവിളിയെന്ന്. അത് മറ്റു വല്ലവരോടും പറയുന്നതാണ്. അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നു വരെ ഞാൻ ആർക്കും ഒരു വെല്ലുവിളിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജനങ്ങളോടൊപ്പം ഇന്ന് വരെ അറിയാം, ജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഗ്രൂപ്പിൻ്റെ ആധിപത്യത്തിൻ്റെ അല്ല, അദ്ദേഹം UDF ചെയർമാനാണ്. അദ്ദേഹത്തിനൊരു പോസ്റ്റ് ഉള്ളപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാര്യം മറ്റു പല നേതാക്കളുമാരും ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്ന വ്യക്തിയുടെ പേര് ഇതാണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഒരു സൂചന എനിക്ക് ലഭിച്ചതാണ്. ഇതേപോലെ സംഭവം ഇങ്ങനെയാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എല്ലാവരും സ്ഥാനം കളയുന്നത്. അങ്ങനെക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാം ഓരോ സീറ്റിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് താല്പര്യമില്ലാത്ത ആളുകൾ. ഇതൊരു പ്രാദേശികമായിട്ടൊരു ആലോചന വേണ്ടേ? പ്രാദേശികമായിട്ട് ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളല്ലേ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിൽ നിർത്തേണ്ടത്. അതൊന്നും പാലിക്കാതെയാണ് ഈ ഒരു സംഭവം. കാരണം കൊച്ചിക്ക് വേണ്ടാത്തൊരു വ്യക്തിയാണ്, അതായത് കോൺഗ്രസ്സിന് തന്നെ വേണ്ടാത്തൊരു വ്യക്തിയാണ് ഈ ഡൊമിനിക് പ്രസൻറ്റേഷൻ. എന്നിട്ടും അതിൻ്റെ തലപ്പത്ത് കയറി നിന്നിട്ട് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ്. ഇത് നിയന്ത്രിക്കാനായിട്ട് ഇവിടെ MP ഉണ്ടല്ലോ, നമ്മളുടെ എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ MP ഉണ്ട്. MPക്ക് ഹൈബീഡ് അദ്ദേഹം ഒരു MP ആണ്. പ്രസ്ഥാനം വേറെ, MP വേറെ. അദ്ദേഹം മാക്സിമം യുവാക്കളെ കയറ്റാണ്ട് ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. കാരണം എന്നോട് ഞാൻ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വളരെയധികം ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇദ്ദേഹം പിടിച്ചെടുത്താലും ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരു മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ളൊരു പരിഗണന അല്ലെങ്കിൽ ഒരു ബഹുമാനമായിരിക്കുള്ളൂ ഹൈബീഡൻ എന്ന വ്യക്തി ഇതിൽ നിന്നും പിന്മാറാനുള്ളൊരു സാധ്യത. അല്ലാതെ വേറെ ഒന്നും ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷേ വ്യക്തമായും ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം എൻ്റെ കൂടെ വന്നിരുന്നിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ ഡിവിഷനിൽ ഒരു പ്രസ്ഥാനം മത്സരിക്കുന്നുണ്ട്. അവരെ കാണണം, സംസാരിക്കണം. അപ്പോൾ കാണുമ്പോഴത്തേക്കും എന്താണ് സംസാരിക്കേണ്ടത്? അവർ മത്സരിക്കുന്നെന്ന് പറയുന്നത്. അവർ മത്സരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും 1 മുതൽ 8 വരെയുള്ള ഡിവിഷനിലാണ് ആ ഒരു പ്രസ്ഥാനം മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനം മത്സരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയേണ്ട വാക്ക് എന്താണ്? 1 മുതൽ നിങ്ങളെല്ലാം ഒന്ന് സഹകരിക്കണം. 1 ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ്, 2 വേണ്ടപ്പെട്ടത്, അപ്പോൾ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് 1. അദ്ദേഹം അതല്ല പറയുന്നത്. 8ാം ഡിവിഷനിൽ നിങ്ങളൊന്ന് ഇത് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള ഡിവിഷനിലൊക്കെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ആളുകളല്ലേ. അപ്പോൾ ഈ 8ാം ഡിവിഷൻ മാത്രം ഇദ്ദേഹത്തിൻ്റെ ഇത്ര പ്രത്യേകത. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്കറിയാൻ പോലെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം രാത്രി DCC പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ബാസ്റ്റിൻ ബാബു നീ മത്സരിച്ചിരിക്കോട്ടാ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അത് ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞതാണ്. അത് ഞാൻ താല്പര്യം കാണിച്ചല്ല, ഞാൻ മത്സരിക്കും, നീ പെട്ടെന്ന് നീ ഒന്നും പറയണ്ട, നീ എത്രയും പെട്ടെന്ന് കത്തുകൊണ്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. ഇത് എൻ്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഏതൊരു നിലവിലൊരു കൗൺസിലറാണ് ഞാൻ. കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു കൗൺസിലറാണ്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചൊരു കൗൺസിലറാണ്. അതുവഴി നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. ആ ഒരു കൗൺസിലറിൻ്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ മറ്റു പല യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം ഇതൊരു സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാദേശികമായിട്ടൊരു തീരുമാനമെടുത്തൊന്നുമില്ല. ഇത് പറയുമ്പോഴത്തേക്കും ഡിവിഷനിൽ നിന്ന് അങ്ങനെയാണ്, ഡിവിഷനിൽ നിന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ട്, അവർ അങ്ങനെ തീരുമാനിക്കും. അത് തീരുമാനിച്ചിട്ട് കൊച്ചി നഗരസഭയുടെ മേയർ LDFിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു പങ്ക് വഹിക്കാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ആന്റണി കുര്യക്കർക്ക് സാധിച്ചിട്ടുണ്ട്? ഒരിക്കലും സാധിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ആ DCCയുടെ ഉള്ളിലേക്ക്, ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയാലല്ലേ പങ്ക് വഹിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് പുറത്ത് നിന്നിട്ട് വല്ല ഫോണിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വട്ടം വിളിച്ചാൽ ചിലപ്പോൾ 1 വട്ടം അയാൾ ഫോൺ എടുക്കും. അല്ലാതെ വേറെ പങ്കൊന്നും അതായത് പേരാണ് പ്രതിപക്ഷ നേതാവെന്നൊരു ജസ്റ്റ് ഒരു പേര്. അതൊരു റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കൊച്ചി പ്രതിപക്ഷ നേതാവ്. ഞാൻ 5 വർഷമായിട്ട് കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുന്നത്. നമുക്കത് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ തുറന്ന് പറയാൻ മടിയായിട്ടാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കച്ചവടം തന്നെയാണ് നടക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ക്ലീൻ കച്ചവടമാണ് നടക്കുന്നത്. കാര്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. കാര്യം പാർലമെൻ്ററി പാർട്ടി കൂടുമ്പോഴത്തേക്കും ഒന്ന് പറയും, പാർലമെൻ്ററി പാർട്ടി കഴിഞ്ഞ് നമ്മൾ അവിടെ കൗൺസിലിൽ ചെല്ലുമ്പോഴത്തേക്കും 2 വർത്താനം പറയും. 2 വർത്താനം പറഞ്ഞിട്ട് പിന്നെ ആരും ഒന്നും മിണ്ടണില്ല. പിന്നെ അതെല്ലാം അല്ല, അങ്ങനെയല്ല. അത് അവിടെ മൊത്തത്തിൽ കച്ചവടമാണ്. അവിടെ മൊത്തത്തിലുള്ളൊരു കച്ചവടമാണ് നടക്കുന്നത്.
കാരണം പ്രതിപക്ഷത്തെ മേയറിനെ മാത്രമല്ല, മേയറിൻ്റെ അത് ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ പ്രൊജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് പല സമീപനങ്ങൾ എടുക്കേണ്ടി വരും. അതിന് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അദ്ദേഹത്തിന്. ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരു പ്രതിപക്ഷം ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങൾ വിവരാവകാശം വെച്ച് നോക്കിക്കോ, അതിൽ എന്തൊക്കെ വിയോജനം കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ പദ്ധതികൾക്ക് വിയോജനം കൊടുത്തിട്ടുണ്ട്, ഈ വിയോജനം കൊടുത്തേക്കുന്നതിലൊക്കെ എന്തൊക്കെ ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട്, ഈ വിയോജനം കൊടുത്തേക്കുന്നതൊക്കെ പാസ്സാകാതെ അവിടെ ഇരുന്നിട്ടുണ്ടോ? ഇതെല്ലാം പാസ്സായി പോകുന്നുണ്ട്. എന്ത് പദ്ധതി വന്നാലും സമരം നടത്തിയാലും കാര്യം നടത്തി ഇതൊക്കെ പാസ്സായി പോകുന്നുണ്ട്. ജനങ്ങളെ വെറുതെ പൊട്ടന്മാരാക്കിക്കൊണ്ട് കുറച്ച് സമരം നടത്തും, അത് നടത്തി ഇത് നടത്തും, പക്ഷേ ഇതെല്ലാം പാസ്സാകണേന്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് മത്സരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബാസ്റ്റിൻ ബാബുവിന് ആ ഒരു സാഹചര്യത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുന്ന 100% ഞാൻ പ്രസ് ക്ലബ്ബ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ഞാൻ പ്രസ് മീറ്റ് ചെയ്യാൻ വിളിച്ച് പറഞ്ഞ കാര്യമാണ്. കാരണം ഇതൊക്കെ ആദ്യമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്കൊരു സപ്പോർട്ട് ഇന്നവരുണ്ടായില്ല. എൻ്റെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ആകുമല്ലോ അതെ. അപ്പം തന്നെ കാരണം വ്യക്തമല്ലേ. ഞാൻ അന്ന് ഉന്നയിച്ച കാരണങ്ങളെല്ലാം വ്യക്തമാണെന്നുള്ള സംഭവം ഇപ്പോൾ ക്ലിയർ ആയിരിക്കുന്നത്. ഞാൻ എന്താണെന്ന് ആരോപണം ഉന്നയിച്ചത് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ ആൾക്കാരുണ്ടാവും. ഞാൻ എൻ്റെ എല്ലാ സ്ഥാനങ്ങളും പ്രാഥമിക അംഗത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് സെക്രട്ടറി PS രാജീവ്, അദ്ദേഹം ഇതുപോലെ തന്നെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെക്കുന്നത്. എൻ്റെ കൂടെ വൈസ് പ്രസിഡന്റുമാരുണ്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരുണ്ട്, പോഷക സംഘടന, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം ഭാരവാഹികളുണ്ട്, പിന്നെ സാധാരണ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. അത് കൊച്ചിയിലുള്ളവർക്കറിയാം. ഇവിടെ കോൺഗ്രസിൻ്റെ പരിപാടി നടത്തുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾ തന്നെ പരിപാടി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അത്രത്തോളം പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരെന്നെ വിശ്വസിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അവരെല്ലാവർക്കും ഒറ്റൊരു തീരുമാനം, എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കണേ, എല്ലാവർക്കും ഒറ്റ തീരുമാനമാണ്, എല്ലാവരും രാജിവെക്കണേ ഈ പ്രസ്ഥാനത്തിൽ നിന്ന്. ഞങ്ങൾ ഇതെങ്കിലും ചെയ്തെങ്കിലല്ലേ നാളെ വരുന്ന. ഇപ്പം ഞാനൊരു കാര്യം പറയാം, യൂത്ത് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം, ഈ യൂത്ത് കോൺഗ്രസ്സിലേക്ക് പുതിയതായിട്ട് ആരൊക്കെ കടന്നു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ കാണാം. കാരണം ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഞാനൊക്കെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ഇരുന്നപ്പോഴത്തേക്കും വലിയ പന്തൽ കെട്ടിയിട്ടാണ് ആളെ കൊണ്ടുവന്ന് പരിപാടി നടത്തിയത്. യൂത്ത് മാത്രമായിട്ടുള്ള പരിപാടികൾ നടത്തിയിരുന്നതാണ്. ഇന്ന് അത് മാറി ഒരു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഒരു സമരം നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. 15 പേര് കൂടുതലുണ്ടാകാറുണ്ടോ? 15 പേര് കൂടുതലുണ്ടാവും. ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് വരെ 15 പേര് കൂടുതലുണ്ടാകാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? യുവാക്കൾ വരുന്നില്ല. യുവാക്കൾ വന്നോന്നുണ്ടെങ്കിൽ പ്രായമായ ഐറ്റങ്ങളൊക്കെ മാറണ്ടേ? അവർക്കൊരവസരം വേണ്ടേ? അവർക്ക് ഏറ്റവും താഴെക്കടയിലുള്ള അവസരമാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലറായിട്ട് മത്സരിക്കുക എന്നുള്ളത്. അതുപോലും കൊടുക്കാൻ പറ്റും. 3-4 ടൈമൊക്കെ ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും, ചാടിയും പറഞ്ഞൊക്കെ നിന്നേറ്റൊന്നും മാറ്റം വരണ്ടേ? ഇത് മാറാതെ ഇത് ആരാ നോക്കുന്നത്? പാർട്ടി നോക്കുന്നുണ്ടോ? പാർട്ടി നോക്കുന്നുണ്ടോ? ഒരു പാർട്ടി നോക്കുന്നില്ല. ഇത് അവർ ജോലിയെടുക്കുന്ന കാശ് വെച്ചിട്ട് ഈ പ്രസ്ഥാനത്ത് അതിനൊരു റിസൾട്ട് പോലും കൊടുക്കണ്ടേ? ഇതിങ്ങനത്തെ ആളുകൾ അവിടെ കയറിയിരുന്നിട്ട് ഇതേപോലത്തെ സമീപനം കാഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പ്രതികരിച്ചു. കാരണം ഞാൻ ഈ പാർട്ടി കൊണ്ട് ജീവിക്കുന്ന ആളല്ല. എനിക്കൊരു ജോലിയുണ്ട്. ആ ജോലിയും ഇതും കൂടെ പാർട്ടി പ്രവർത്തനം എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. എനിക്ക് എല്ലാ പരിപാടിക്കും പങ്കെടുക്കാൻ പറ്റാതില്ല. എന്നാലും അത്യാവശ്യം പരിപാടികൾക്കെല്ലാം ഞാൻ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും ഈ സംഭവം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാവരും ഇതുപോലെ എന്തല്ലല്ലോ, എല്ലാവർക്കും വീട്ടിൽ എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയിട്ട് പണിയും കളഞ്ഞിട്ട് പോയിട്ട് കേസിൻ്റെ പുറകെ പോയി നിൽക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും അവർക്ക് കിട്ടണ്ടേ? അവർക്ക് കിട്ടുന്നത് അവർക്കൊരു അംഗീകാരമാണ്. ഒരു സീറ്റ് എന്ന് പറഞ്ഞ ഒരു അംഗീകാരം. ജയിക്കാതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ജനങ്ങൾ ജയിപ്പിക്കും, അതിലൊരു സംശയം വേണ്ട. ഇത് അതുപോലും കൊടുക്കാത്തൊരു സാഹചര്യമല്ലേ ഇത്. മത്സരിക്കാൻ വേണ്ടി വന്നപ്പോഴും ബാസ്റ്റിൻ ബാബുവിനെ പരിഗണിക്കാനായിട്ട് വളരെയധികം വിമുഖത കാട്ടിയ ഒരു കാലഘട്ടമായിരുന്നു. പോരാടി തന്നെ നേടിയ ഒരു സീറ്റായിരുന്നല്ലോ. അതെ. അല്ല, കഴിഞ്ഞല്ല 2015 കൗൺസിലർ അത് എന്നോട് 25-ാം ഡിവിഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു. 25-ൽ മത്സരിക്കണം, വർക്ക് തുടങ്ങി. ഇതേപോലെ തന്നെ ഈ ഒരു അവസ്ഥ തന്നെയായിട്ട് ഞാൻ പറഞ്ഞു. ഈ ഒരു അവസ്ഥ തന്നെ 25-ാം ഡിവിഷനിൽ മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു. ഞാൻ ചെറുതായിട്ടൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഇതേപോലെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് അറിയാനാണ് ബാസ്റ്റിൻ ബാബു തീർച്ചയായും അത് കേരള കോൺഗ്രസിന് കൊടുത്തു. 25-ാം ഡിവിഷൻ കേരള കോൺഗ്രസിന് കൊടുത്തു. ജയിക്കപ്പൻ അവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാകും. ഞാൻ റിബലിൽ നിൽക്കാനൊന്നും പോയില്ല. കാരണം പാർട്ടിയുടെ തീരുമാനമാണ്, നമ്മളത് അംഗീകരിക്കണം. ഞാൻ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്ത്. ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി 2 സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത്. അതിനുശേഷം ഈ ഒരു സീറ്റ് ബാസ്റ്റിൻ കൊടുക്കണമല്ലോ. എന്താണെങ്കിൽ ബാസ്റ്റിൻ ഒരു സീറ്റ് കൊടുത്തേ പറ്റൂ.
അപ്പോൾ എന്താണ് ബാസ്റ്റിന് സീറ്റ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ബാസ്റ്റിൻ്റെ ഒരു സംവിധാനം പറഞ്ഞ് 1-ാം ഡിവിഷനിൽ മത്സരിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ജനിച്ച് വളർന്നൊരു ഡിവിഷനാണിത്, ഞാൻ എൻ്റെ വീട് ഇവിടെ, ഞാൻ ജനിച്ചത് ഈ ഡിവിഷനിലാണ്. അപ്പോൾ ഞാനിത് ചോദിച്ചു വാങ്ങിച്ചത്, ഞാൻ പറഞ്ഞു എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ച ഡിവിഷനാണ്. ആ ഡിവിഷനിൽ എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും രാഷ്ട്രീയം നോക്കാതെയാണ് എനിക്ക് വോട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അവരോടൊരു കടപ്പാടുണ്ടല്ലോ, അത് ഞാൻ നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥിരം ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും ബോധപൂർവം ചവിട്ടിയതാണ്, നമ്മുടെ പ്രസ്ഥാനം തന്നെ ചവിട്ടിയതാണ്. ഇപ്പൊ ഈ ഒരു തീരുമാനം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇത്തരത്തിലുള്ള തീരുമാനം അടുത്ത നിയമസഭാ മണ്ഡല തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ സാധ്യത 100% പ്രതിഫലിക്കണമല്ലോ. അതിനെ സംബന്ധിച്ച് എന്താ പറയുക? അല്ല, കാരണം ജനങ്ങൾ അറിയണം ഇങ്ങനത്തെയൊക്കെ നിലപാട് നേതാക്കന്മാർ കാണിച്ചു കഴിഞ്ഞിട്ട് അത് ജനങ്ങൾ അറിയണം. കാരണം ഇവരൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ എന്തുകൊണ്ട് ഈ 2 ടേം ഈ 10 വർഷം കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ കൊച്ചി നിയോജക മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഈ 10 വർഷം തോറ്റ്? ഒന്ന് ചിന്തിക്കുക. ഡൊമിനിക് പ്രസൻറ്റേഷൻ വന്നു, ഡൊമിനിക് പ്രസൻറ്റേഷൻ ആദ്യം വന്ന് തോറ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പാലം കടന്ന് 2 പേര് പിന്നെയും വന്നു, ടോണി ചമ്മണി വന്ന് വീണ്ടും തോറ്റ്. ഇവിടെ എന്താണ് ആളുകളില്ലേ? കൊച്ചിയിലെ ആളില്ലേ? കൊച്ചിയിൽ പ്രസ്ഥാനമില്ലേ? കൊച്ചിയിൽ വോട്ട് ചെയ്യാനില്ലേ? കൊച്ചിയിൽ പ്രവർത്തകരില്ലേ? നേതാക്കളില്ലേ? എന്തുകൊണ്ട് കൊച്ചിനെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഒരു പേടിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലും. കൊച്ചിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വളർന്നു വരുമെന്നൊക്കെയുള്ളൊരു പേടി, ആ പേടിയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. കാരണം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിട്ടൊരു ചവിട്ട് വന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ബാസിൽ ബാബു ഇന്ന് രാജിവെച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ തരാം, ബാസിൽ ബാബു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഒരു തീരുമാനം എടുത്തല്ല. കാരണം ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സങ്കടമാണിത്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സങ്കടം മാത്രമല്ല ഈ ഇവിടുത്തെ കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ഗ്രൂപ്പുകളിലും മഹിളാ കോൺഗ്രസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ 3-ാം ഡിവിഷനിൽ ഒരു സുനിതാ ഷമീർ എന്ന് പറഞ്ഞാൽ മഹിളാ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടിക്കും DCCയിലും അവിടെ ഇവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടിയുണ്ട്. ഷീജ സുധീർ എന്ന് പറഞ്ഞൊരു പ്രവർത്തകയുണ്ട്. ഏറ്റവും കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ. ഇവർക്കൊക്കെ ഒന്നും സീറ്റില്ല. ഇവരൊക്കെ സ്വന്തം പോക്കറ്റിലെ കയ്യിലെ കാശ് വിട്ടിട്ട് ആലുവയിൽ പരിപാടിക്കും അവിടെ പരിപാടിക്കും തിരുവനന്തപുരത്തും അങ്ങനെയൊക്കെ എല്ലാം പരിപാടിക്കൊന്നും സ്വന്തം കയ്യിലെ കാശിട്ടാണ് അവരൊക്കെ പോകുന്നത്. അവർക്കൊക്കെ ഒരു പരിഗണന കൊടുക്കണ്ടേ? ഒരു പരിഗണനയല്ല, ഇവരെ കറിവേപ്പില പോലെ എടുത്ത് മാറ്റിയേക്കണേന്ന്. ഇപ്പം വന്നേക്കണ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കാം, ഒരു ബന്ധമില്ലാത്ത ആളൊക്കെയാണ്. ഇപ്പം ഈ പഴയ 8-ാം ഡിവിഷനിലൊക്കെ വന്നേക്കണത് ഒരു ബന്ധമില്ല, പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളൊക്കെയാണ് 8-ാം ഡിവിഷനിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, അവിടെ ഒരു ഷീബാശാലി എന്നൊരു മണ്ഡലം പ്രസിഡന്റ്. അവർക്കൊക്കെ പരിഗണന കൊടുക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് അല്ലേ? ഇതിനൊന്നും ഒരു വിലയില്ല ഇവിടെ. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അവരവിടെ നിന്ന് റൂമിൽ കയറി നിന്നിട്ട് അവർ തീരുമാനിച്ച അങ്ങോട്ട്. എറണാകുളം ജില്ലയിലെ ഏതൊരു VVIP വന്നാലും ഏറ്റവും കൂടുതൽ കൊച്ചിയിലെ യുവജന നേതാക്കളോ പ്രവർത്തകരായിരിക്കാം അന്ന് രാത്രി സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ അഭിമുഖം. എന്നിട്ട് പോലും VD സതീശൻ എന്ന് പറയുന്ന എറണാകുളത്ത് തന്നെയുള്ളൊരു ഇത്രയും വലിയൊരു നേതാവ്, പ്രതിപക്ഷ നേതാവ്, MLA ഉണ്ടായിട്ടും കോൺഗ്രസിൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടും യുവജനങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് VD സതീശനോടുള്ള ഒരു പ്രതിഷേധമാണോ ഈ രാജ്യത്തിന്? ഞാൻ പറയല്ലേ, ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം, VD സതീശൻ സാറിന് ഇവിടുത്തെ ചാർജ് കൊച്ചി പിടിക്കുക എന്നുള്ളൊരു ചാർജ്, അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ആവേശമായിരുന്നു. സത്യം പറഞ്ഞാൽ ആവേശമായിരുന്നു. കാരണം പുള്ളി വന്ന് പുള്ളിയുടെ ഒരു ഫസ്റ്റത്തെ ഇലക്ഷൻ വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ച് പഴയ ഒരു സ്ഥാനാർത്ഥി നിർണയമൊക്കെ മാറും. പുള്ളിയുടെ ഒരു നേതൃത്വം, പുള്ളിയായിരിക്കും ഇരുന്നിട്ട് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് നേതാക്കൾ അതായത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് VD സതീശൻ സാറായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം അദ്ദേഹം അതേപോലെ ഫോളോ അപ്പ് ചെയ്ത്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് അദ്ദേഹം ഇല്ല. ഇതെന്താണെന്ന് പോലും, കാരണം അദ്ദേഹമാണിത് നിർണയിച്ചെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഴ്ച വരില്ല. ഇപ്പം മേയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ദീപ്തി മേരി വർഗീസ് മേയർ കാൻഡിഡേറ്റ്, മിനിമോള് മേയർ കാൻഡിഡേറ്റ്, ഷൈനി മാത്യു മേയർ കാൻഡിഡേറ്റ്, മാലിനി മേയർ കാൻഡിഡേറ്റ്. ഇപ്പം 4 പേര് ഇതുണ്ട്. അപ്പോൾ മാലിനി ഇപ്പോൾ തട്ടി. ദീപ്തി മേരിക്ക് മേയർ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ദീപ്തി മേരി അടുത്ത സീറ്റിൽ പോയിട്ട് മത്സരിക്കണം. എന്തിനും ജനറൽ സീറ്റിൽ മത്സരിക്കണം. അത്രക്ക് ജനങ്ങളോട് കൂടുതൽ ഇടപഴകി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അവർ ജനങ്ങൾക്ക് അത്രയും ആവശ്യമുള്ള ലേഡിയാണെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടു കൂടെ പോയി മത്സരിക്കണം. അത് പോരാതെ സ്വന്തം ജനറൽ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി വന്ന് അവിടെ ജഡ്ജസ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക പ്രസിഡന്റിനെ തട്ടി അവൻ്റെ ഒരു അവസരം കളഞ്ഞു.
ഇപ്പോൾ മിനിമോള് അടുത്ത സീറ്റ് മത്സരിക്കാം, അവിടെ എതിർപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തം സീറ്റിൽ ജനറൽ സീറ്റിൽ മത്സരിക്കാം. അപ്പോൾ അവിടെ ഒരാളുടെ ജനറലിൽ ഒരാളുടെ അവസരം പോയി. അങ്ങനെ ഇപ്പോൾ സീന ഗോകുലൻ അത് ജനറൽ സീറ്റ്, അവിടെ ഒരാളുടെ അവസരം പോയി. ഷൈലാദ ദിവസ് അവിടെയും അവസരം പോയി. ഇങ്ങനെയൊക്കെ അവസരം കളഞ്ഞ എന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന്. അല്ല, ഞാൻ LDF-നായിട്ട് കമ്പയർ ചെയ്യുന്നത്, ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിനായിട്ട് കമ്പയർ ചെയ്തതാണ്. LDF കാണിക്കുന്ന എന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ LDF കാണിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിരിക്കുന്ന ആളല്ല. LDF അവരവരുടെ പ്രസ്ഥാനം. ഞാൻ ഇത്ര നാളും പ്രവർത്തിച്ച വിശ്വസിച്ച ചങ്കി കൊണ്ടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെയൊക്കെ കാണിക്കണതിനാണ് ഞാൻ പറയുന്നത്. LDF എന്ത് കാണിക്കണം എനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. പൂർത്തിയാക്കണേണ്. ഇപ്പം ഇത്ര ദിവസം KJ ആൻ്റണി ഓരോന്നിനും പൊക്കിക്കൊണ്ടുവരുന്ന വെച്ച്, അത് VD സതീശൻ സാറ് പത്രസമ്മേളനത്തിൽ വരെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൻ്റെ തലേദിവസം രാത്രി തന്നെ KJ ആൻ്റണി വാർഡ് നോക്കിപ്പോയി. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ഞാൻ പറഞ്ഞ പ്രതിഷേധമാണിത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കോൺഗ്രസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ല ഞാൻ നിൽക്കുന്നത്. ഞാനൊരു സ്ഥാനം കണ്ടിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനത് കാണിക്കാൻ, ഞാനെങ്കിലും കാണിച്ചില്ലെങ്കിൽ ഇവിടെ കാണിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാവില്ല. ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി, ഇവിടുത്തെ KSUവിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ KSUവിൻ്റെ കൊച്ചി നിയോജകമണ്ഡലം പ്രസിഡൻ്റായിരുന്നു ജോവിന് 26-ാം ഡിവിഷൻ, പഴയ 26-ാം ഡിവിഷനിൽ സീറ്റ് പറഞ്ഞു വെച്ചാണ്. ജോവിനെ മാറ്റി വേറൊരാൾ സീറ്റ് വന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാം തഴയപ്പെട്ടുകൊണ്ടിരിക്കണേണ്. അപ്പം അതിനൊക്കെ എൻ്റെ ഒരു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ പറഞ്ഞതെന്ന് വെച്ചാൽ യുവജനങ്ങളെ മത്സരിപ്പിക്കാനായിട്ട് ലിസ്റ്റ് എല്ലാം കൊടുത്തതാണ്, എന്നിട്ട് അവരാരെയും പരിഗണിച്ചിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന. ഇത് ഈ ഒരു സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, ഡീൻ കുര്യാക്കോസ് തുടങ്ങി ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംസ്ഥാന പ്രസിഡന്റുമാരും പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ പുല്ല് വിലയാണെന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2015 എന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഡീൻ കുര്യാക്കോസ് വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വല്ലതും നടന്നാ? ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മളെ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസ്. 100%. അതിൽ നിന്നൊരു മാറ്റം വരാതെ കോൺഗ്രസ് രക്ഷപ്പെടില്ല. അതിൽ നിന്നൊരു മാറ്റം വരാതെ ഈ പറഞ്ഞ പോലെ തന്നെ യുവാക്കളുടെ കയ്യിലേക്ക് സാധനം വരാതെ പൂർണ്ണമായിട്ട് യുവാക്കളുടെ കയ്യിലേക്ക്, ഇപ്പോൾ ഷിയാസിനാണെങ്കിൽ ഷിയാസിൻ്റെ കയ്യിലേക്ക്, ഹൈബിക്കാണെങ്കിൽ ഹൈബിയുടെ കയ്യിലേക്കൊക്കെ പൂർണ്ണമായിട്ട് ഈ സംഭവം കിട്ടാതെ കോൺഗ്രസ് ഒന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകണില്ല. അത് എന്ത് ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കണേണ്. പഴയ പോലെ ഒന്നുമല്ല, വിരൽത്തുമ്പിൽ നിന്നെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണേണ്. പഴയ പോലെ ഒന്നും എന്തൊക്കെ ഇത് കാണിച്ച് പറ്റിക്കാൻ പറ്റുന്നില്ല ആളുകളാണ്. 150-ലധികം പ്രവർത്തകർ രാജിവെക്കണേ. ഭാരവാഹികൾ 5 പേര്, ഭാരവാഹികൾ പ്രധാനപ്പെട്ട ഭാരവാഹികൾ 5 പേരുണ്ട്. മണ്ഡലം ഭാരവാഹികളും ബ്ലോക്ക് ഭാരവാഹികളും ഉൾപ്പെടെ 5 പേരുണ്ട്. ഏതാ ഇനി എവിടെയും കത്തഴിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ എൻ്റെ രാജി കൊടുത്തു. അല്ലാതെ നമ്മൾ ഇനി ചെന്നിട്ട് വേറെ കഥ പറഞ്ഞിട്ട് ഇനി കാര്യമൊന്നുമില്ല. വെറുതെ കഥ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രാജി കൊടുത്തത്, ഇതാണ് എൻ്റെ രാജി. പ്രതിഷേധം ഇന്ന കാര്യം കൊണ്ട് ഞാൻ പ്രതിഷേധിച്ചു. അവർ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതൊരു ചർച്ചയ്ക്കും പറയുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്നും കൂടില്ല, മീറ്റിങ്ങുകൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ ഒരു പ്രതിഷേധം. അങ്ങനെ ഒരു ഇത് വിളിച്ചു കൂട്ടി അങ്ങനത്തെ സംഭവമൊന്നുമല്ല. എല്ലാവരും രാജിവെച്ചു. ഇനി പ്രവർത്തിക്കാതിരുന്നാൽ മതിയല്ല കോൺഗ്രസിന് വേണ്ടി. അതിങ്ങനെ എന്തിനാണ് പ്രവർത്തിച്ചിട്ട്? അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ അതുകൊണ്ട് നിർത്തി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്